Hello guys, Assalamualaikum. Welcome to my YouTube channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിഷ് നല്ല അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവറും ഉരുളൻകിഴങ്ങും ചേർത്ത ഒരു റോസ്റ്റാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. തക്കാളി അരിഞ്ഞത്, സവോള അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, കോളിഫ്ലവർ അരിഞ്ഞത്, ഉരുളൻകിഴങ്ങ് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, 1 കപ്പ് ഓയിൽ, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, പട്ട. ഇതിനായി കോളിഫ്ലവറും ഉരുളൻകിഴങ്ങും വേവിച്ചെടുക്കാം. വേവിക്കാനായി ഒരു പാത്രത്തിലേക്ക് കോളിഫ്ലവർ ഇടാം. ഇനി അതിലേക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടാം. ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. 1/2 കപ്പ് വെള്ളം ചേർക്കാം. നമുക്ക് പാത്രം വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാനായി അടച്ചു വയ്ക്കാം. ഇത് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് മാറ്റി വയ്ക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇനി അതിലേക്ക് നമുക്ക് 3 പീസ് പട്ട ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് സവോള ചേർക്കാം. അത് നമുക്ക് വാടി വരാനായി ഇളക്കി കൊടുക്കാം. സവാള വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി. ഇതിലെ പച്ചമണം മാറി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം, ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി, ഇതെല്ലാം കൂട്ടി യോജിപ്പിക്കാം. പൊടികളുടെ പച്ചമുളക് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ആഡ് ചെയ്യാം. നന്നായി ഇളക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൂട്ടി യോജിപ്പിക്കാം. ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവറും ഉരുളൻകിഴങ്ങും ചേർക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇത് വേവാനായി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം. അടിപൊളി ഡിഷാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് കമന്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ വീഡിയോ മറക്കാതെ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.